നമസ്കാരം. നമുക്ക് കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാലൻസ് ആയിട്ടുള്ള PSCക്ക് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. നല്ല ക്ലൂസും ടിപ്സും ട്രിക്സും വെച്ച് ഒരു വട്ടം വായിച്ചാൽ ഒരു വട്ടം പഠിച്ചാലും മറക്കാത്ത രീതിയിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അമ്പലമണി ആരുടെ രചനയാണ്? അമ്പലമണി ആരുടെ രചനയാണ്? നമുക്കത് ക്ലൂ നോക്കാം. കുമാരിമാർ, അതായത് രാവിലെ കുളിച്ചൊരുങ്ങി നല്ല കുമാരിമാർ വന്ന അമ്പലത്തിലെ മണികളടിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്പലത്തിലെ മണിയടിച്ചൊന്ന് സങ്കല്പിച്ച് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നല്ല കുളിച്ചൊരുങ്ങി കുമാരിമാർ രാവിലെ തന്നെ പൊട്ടൊക്കെ കുത്തി ചന്ദനമൊക്കെ ഇട്ട് അമ്പലത്തിൽ വന്ന് മണിയടിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിൻ്റെ ക്ലൂ എങ്ങനെ? കുമാരിമാർ, സുഗതകുമാരി. അമ്പലമണി ആരുടെ രചനയാണ്? സുഗതകുമാരിയുടെ രചനയാണ് അമ്പലമണി. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ്. മരണ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ആ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ, ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഈ മരണ സർട്ടിഫിക്കറ്റ്, മരിച്ചയാൾക്ക് പേരുണ്ടോ? നമുക്കിപ്പോഴും ഒരു മരണ വീട്ടിലൊക്കെ പോയാലും മരിച്ച ആളെ പേര് പറഞ്ഞാൽ ആളുകൾ, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു ക്ലൂവിലെടുത്താൽ മതി. ശരിക്കും ആ ഒരു ക്ലൂവിൽ എടുക്കേണ്ട, അത് തെറ്റാണ്. എന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ അങ്ങനെ ഇരിക്കാം. സോറി, അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റാണ് കേട്ടോ. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ്. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ്. ആ ഒരു ക്ലൂവിൽ ആലോചിച്ചിരുന്നാൽ മതി. ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ഏത് കവിയാണ്? ദാർശനിക കവി എന്നറിയപ്പെടുന്ന കവി ഏതാണ്? അതായത് ഞാൻ മുമ്പ് നിങ്ങൾക്കൊരു ക്ലൂ പറഞ്ഞല്ലോ, ശങ്കരൻ പിന്നെയും തെന്മേൽ തന്നെ എന്നൊരു ക്ലൂ നമ്മൾ പറഞ്ഞല്ലോ. ശങ്കരൻ പിന്നെയും കോക്കനട്ട് ട്രീൻ്റെ ഒരു ക്ലൂ ഞാൻ എഴുതിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാർശനിക കവി ജി ശങ്കരക്കുറുപ്പാണ് ഉത്തരം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറയത്തില്ലേ, ശങ്കരൻ പിന്നെയും തെങ്ങുമേൽ തന്നെ. ശങ്കരൻ തെങ്ങിൻ്റെ മേളിലിരിക്കുന്നത്. തെങ്ങിൻ്റെ മേളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി മൊത്തം ദർശിക്കാൻ പറ്റുമല്ലോ. ഭൂമി മൊത്തം ദർശിക്കാൻ പറ്റുമല്ലോ. കാണുക, അതായത് ദർശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുക. ദർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്പർശനം മാത്രമല്ല, ദർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുക. ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ്. ക്ലൂ ശങ്കരൻ പിങ്ങനെ തെങ്ങുമേൽ തന്നെ. അതിൻ്റെ മറ്റൊരു ക്ലൂവിൽ ചേർന്ന് ഞാൻ ഒരു വട്ടം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാമല്ലോ? വിശ്വദർശനം എന്ന കവിത എഴുതിയതാര്? എന്ന കൃതി എഴുതിയതാര്? വിശ്വദർശനം എന്ന കൃതി എഴുതിയതും ജി ശങ്കരക്കുറുപ്പ. എങ്ങനെ? അതിനും ക്ലൂ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ശങ്കരൻ പിന്നെയും തെങ്ങുമേൽ തന്നെ എന്ന ക്ലൂ തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അടുത്തത് ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം കുച്ചിപ്പുടി. മനസ്സിലായോ? ഇന്നലെ ഞാനിത് നല്ല അടിപൊളിയായിട്ട് മറക്കാത്ത രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പഴയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കണേ. അഥവാ പഴയ വീഡിയോ എടുത്ത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഒറ്റ സെക്കൻഡ്. ആ ഒരു ബുക്ക് എടുക്കേണ്ട താമസമുള്ളായിരുന്നു. അതായത് കുച്ചിപ്പുടിയെ പറ്റി വെറും ജസ്റ്റ് 3 കാര്യം എഴുതിയിട്ടുള്ളൂ. ഇത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കുച്ചിപ്പുടി. ഇന്നലെ നമ്മൾ പറഞ്ഞു എന്തുവാ? പൊടി. അതായത് ഈ ആന്ധ്രാപ്രദേശിലെ വണ്ടി വരുമ്പോൾ അത് പൊടിയുള്ളതല്ലേ. നമ്മുടെ റോഡ് പണിക്കൊക്കെ വരുന്ന ബെഗാറോ എന്ന് പറയുന്ന വണ്ടിയൊക്കെ ആന്ധ്രയിൽ നിന്ന് കോൺട്രാക്റ്റ് എടുത്ത് വരുന്നതല്ലേ. അപ്പോൾ ആ വണ്ടി വരുമ്പോൾ അതിൽ പൊടിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ കുച്ചിപ്പുടി ഏത് സ്റ്റേറ്റിലെയാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് കഴിഞ്ഞില്ല, ആ പ്രദേശിനെ നമ്മളിനി ഞോണ്ടണം. പ്രദേശ്. ഒരു പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഇത്. ഏതാ? കുച്ചിപ്പുടി. ഒരു പ്രദേശത്തിൻ്റെ രൂപത്തിൽ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് കുച്ചിപ്പുടി. ആ ചോദ്യമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആ ചോദ്യം എന്താ? ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് കുച്ചിപ്പുടി. പ്രദേശവും ഗ്രാമവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഏതായിരിക്കും ആ ഗ്രാമം? ഏതായിരിക്കും അപ്പോൾ ആ ഗ്രാമം? നമുക്ക് ഈ കുച്ചിപ്പുടി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഗ്രാമം ഏതാണ്ടാണ്ടൊന്ന് കണ്ടേന്. ചഞ്ചാങ്. കുചേലപുരം. കുചേലപുരം. കുച്ചിപ്പുടി, കുചേലപുരം. കുചേലപുരം. ഈ ഒരു വാക്കിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ഫുൾ ആൻസർ എഴുതാൻ പറ്റും. ആന്ധ്രാപ്രദേശ് നമ്മൾ പറഞ്ഞല്ലോ, ആന്ധ്ര ലോറികൾ വരുന്നത്. ആ കണക്ട് ചെയ്ത് ആന്ധ്രാപ്രദേശ് ഏത് സ്റ്റേറ്റിലെയാണ്? കുച്ചിപ്പുടി ഏത് സ്റ്റേറ്റിലെയാണ്? ആന്ധ്രാപ്രദേശ്. ഒരു പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപവും
കുച്ചിപ്പുടിയാണ്. ഏതായിരിക്കും ആ പ്രദേശം? ആ കുച്ചിപ്പുടി തന്നെ ഉണ്ട് കുചേലപുരം എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അടിപൊളിയല്ലേ? കണക്ട് ചെയ്യാം, സമയം കളണ്ട, അടുത്തതിലോട്ട് പോകാം. ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇത് മൂന്നും കൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. കാര്യം ഇത് വളഞ്ഞും തിരിഞ്ഞും പല രീതിയിൽ ചോദ്യം ചോദിക്കും. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. ഓർമ്മയുടെ തീരങ്ങൾ ആരുടെ കഥയാണ്? ആരുടെ ആത്മകഥയാണ്? ഓർമ്മയുടെ തീരങ്ങൾ ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ള. നമുക്കറിയാം, തീരങ്ങളെ തഴുകി വരുന്ന കാറ്റുകളും തിരമാലകളും എന്നൊക്കെ നമ്മൾ ചുമ്മാ നോവലിൻ്റെ രീതി പറയല്ലേ. തീരങ്ങളെ തഴുകി വരുന്ന ഒരു ക്ലൂ. തീരങ്ങളെ തഴുകി എന്ന രീതിയിൽ ഞാനൊരു ക്ലൂ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തീരങ്ങളെ തഴുകി. ആ ചോദ്യം തന്നെ എടുക്കാം. ഓർമ്മയുടെ തീരങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഓർമ്മയുടെ തീരങ്ങളെ തഴുകി വരുന്ന കാറ്റുകൾ എന്നൊക്കെ നമ്മൾ താളം അടിച്ച് വിടുമല്ലോ ഫിലോസഫിയായിട്ട്. അപ്പോൾ ആ രീതി ഒന്ന് കണക്ട് ചെയ്താൽ തകഴി, തഴുകി, തകഴി, തഴുകി, തകഴി. ഓർമ്മയുടെ തീരങ്ങളെ തഴുകി വരുന്ന പൊൻകാറ്റിനെ നമ്മൾ തേടുന്നു. ആരാ? തഴുകി, തകഴി ശിവശങ്കരപ്പിള്ള. ആ ഒരു കണക്ട് ചെയ്തെടുത്തോണേ. തഴുകി, തകഴി ശിവശങ്കരപ്പിള്ള. ഈ തീരങ്ങളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ എടുത്തോണം കേട്ടോ. ഒരു വലിയ ബുക്കിരുന്ന് നിങ്ങൾക്കിരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവാം. പിന്നെ ഇടയ്ക്ക് ഒരു യൂട്യൂബ് വീഡിയോ അല്ല ഏതെങ്കിലും ഒരു നല്ല ക്ലാസ്സിൻ്റെയൊക്കെ ഇരുന്ന് കാണണം. അതായത് ഞാൻ അതിൻ്റെ ഇത് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. ഇങ്ങനെ ലോങ് കഥയായിട്ട് പറഞ്ഞു പോവാതെ നമ്മൾ ഒരു വട്ടം കേട്ടാൽ തന്നെ മനസ്സിൽ നിന്ന് പോവാത്ത രീതിയിൽ ഞാനൊരു നല്ലൊരു വീഡിയോ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത്, പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ ഏത്? നമ്മൾ മുന്നേ ഒരു തകഴിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് മറക്കല്ലേ. ഇതെങ്ങനെയായിരുന്നു? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ ഏതാ? തലയോട്. ഈസിയായിട്ട് അടിപൊളി ഒരു ക്ലൂ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് സമരത്തെ ആസ്പദമാക്കിയല്ലേ, പോലീസ് സമരത്തിൽ വന്നവൻ്റെ എല്ലാം തലയടിച്ച് പൊട്ടിച്ച്, തലയോട് അടിച്ച് പൊട്ടിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് ക്ലൂ ഇല്ലാത്തോട്ട് പാവം പിടിച്ചവൻ പറഞ്ഞു തന്നെ. പോലീസ് സമരത്തിൽ വന്നവൻ്റെയൊക്കെ തലയോട് അടിച്ച് പൊട്ടിച്ചു. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ ഏത്? തലയോട്. അതായത് ഈ സമരത്തിൽ വന്നവൻ്റെ എല്ലാം തലയോട് പോലീസുകാരടിച്ച് പൊട്ടിച്ചു. തലയോട്. ആ ഒരു ക്ലൂ എടുക്കാമല്ലോ. A-B എന്ന കൃതിയുടെ കർത്താവാര്? തിലകൻ സാറല്ലേ? അങ്ങനെ എഴുതി വെക്കരുത്. നമുക്കറിയാം, അദ്ദേഹത്തെ കണക്ക് മാഷല്ലേ. അതേപോലെ നമ്മുടെ ക്ലാസ്സിലോട്ട് കണക്ക് മാഷ്, നമുക്ക് PT ഉള്ള സമയത്ത് ഈ കണക്ക് മാഷ് കയറി വരും. പുള്ളി ഒരു വില്ലനാണേ. PT പോവാതെ, നമുക്ക് ഡ്രില്ലിന് പോവാതിരിക്കാൻ വേണ്ടി അന്നേരം ഒരു കണക്ക് മാഷ് A-B ഇത് ഈ സ്ക്വയർ ഈസ്ക്വറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവൻ നമ്മുടെ PT കളഞ്ഞ ഒരു വില്ലനാണ്. നമ്മുടെ ഡ്രിൽ പീരീഡ് കളയുന്ന ഒരു വില്ലനാണ്. കോവിലൻ. A-B എന്ന കൃതി ആരുടെ കൃതിയുടെ കർത്താവാരാ? കോവില്ലൻ. A-B ആരുടെ കൃതിയാണ്? കോവില്ലൻ. അതിൻ്റെ ക്ലൂ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. PT പീരീഡ് കയറി വരുന്ന കണക്ക് മാഷ്. A-B ഒക്കെ പറയുന്ന ആരാ? കണക്ക് മാഷല്ലേ, അല്ലാതെ മലയാളം മാഷ് പറയത്തില്ലല്ലോ. ഇല്ലല്ലോ. നമുക്ക് എവിടെ PT പീരീഡ് ഉണ്ടോ കണക്ക് മാഷ് വന്ന് ക്ലാസ് എടുത്ത് പുള്ളിയുടെ, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കൊരു കണക്ക് മാഷ് ഉണ്ടായിരുന്നു. അടുത്തത്, രാച്ചിയമ്മ എന്ന സുപ്രസിദ്ധമായ കഥ എഴുതിയതാര്? രാച്ചിയമ്മ എന്ന സുപ്രസിദ്ധമായ കഥ എഴുതിയതാര്? ഉറൂബാണ്. അതായത് നമ്മുടെ വീട്ടിലെ രാജിയമ്മൂമ്മ നമ്മുടെ അടുത്ത് പറയാം, മക്കളെ അവിടെ ഇരുന്ന് കഴിക്കല്ലേ, ഉറുമ്പ് കയറും. രാച്ചിയമ്മ അല്ലെങ്കിൽ രാച്ചിയമ്മൂമ്മ, ഈ പേര് കാണുമ്പോൾ നമ്മൾ മറക്കത്തില്ല. എക്സാമിന് ഈ പേര് അങ്ങനെ എപ്പോഴും വരത്തില്ലല്ലോ. അതായത് എപ്പോഴും വരും കേട്ടോ. അതായത് ഈ പേര് നമ്മളെപ്പോഴും കേൾക്കുന്നില്ലല്ലോ. രാജിയമ്മൂമ്മ, നമ്മുടെ വീട്ടിലെ രാജിയമ്മൂമ്മ പറയുക, മക്കളെ അവിടെ ഇരുന്ന് മിച്ചറ് തിന്നല്ലേടാ, ഉറുമ്പ് കയറും, അമ്മൂമ്മയ്ക്ക് തൂക്കാൻ വയ്യ, അങ്ങനെ പറയത്തില്ലേ. ആ ഒരു ക്ലൂവിലെടുത്താൽ മതി. ഞാനീ പറയുന്നത് നിങ്ങൾ മറക്കത്തില്ല. നിങ്ങൾ വിചാരിക്കും ഇത് കഴിയുമ്പോൾ മറന്നു പോകുന്നു. ഒന്നുമില്ല, നിങ്ങളിപ്പോൾ പാതി ഉറക്കത്തിൽ കേട്ടാലും ഇത് മറക്കത്തില്ല. ഓക്കെ. രാച്ചിയമ്മ എന്ന സുപ്രസിദ്ധമായ കഥ എഴുതിയത് ആരാണ്? ഉറൂബാണ്. ക്ലൂ ആയിട്ട് ഞാൻ എഴുതിയേക്കുന്നത് കണ്ടോ, ഉറുമ്പ് കയറും. ഓക്കെ. അറിവാണ് ശക്തി എന്ന് പറഞ്ഞ മനുഷ്യനാരാ? ഫ്രാൻസിസ് ബേക്കൻ.
അറിവാണ് ശക്തി എന്ന് പറഞ്ഞ മനുഷ്യനാര്? ബേക്കൻ. നമ്മളിപ്പോൾ ഈ അറിവുള്ളവനോടും അറിവില്ലാത്തവനോടും സംസാരിച്ചാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? അറിവില്ലാത്തവൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേട്ടോണ്ട് പോകും. അറിവുള്ളവനോട് പറഞ്ഞാലോ അവൻ നല്ല ചുട്ട മറുപടി നമുക്ക് തരും. നല്ല ചുട്ട മറുപടി അവൻ നമുക്ക് തരും. എങ്ങനെയാണ് ചൂടുന്നത്? നമ്മുടെ ഈ ബേക്കനിലിട്ട്, ഓവനും ബേക്കനൊക്കെ ഉണ്ടല്ലോ, ബേക്കൻ അറിയാമല്ലോ, ഈ വലിയ വലിയ ഈ സംഭവമൊക്കെ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ബേക്കൻ. ഓവന് ബേക്കൻ. അറിവാണ് ശക്തി. അറിവുള്ളവനോട് സംസാരിക്കുമ്പോൾ നല്ല ചുട്ട മറുപടി നമുക്ക് കിട്ടും. എങ്ങനെ ചൂടുന്നത്? ബേക്കനിലിട്ടാണ് ചൂടുന്നത്. ഫ്രാൻസിസ് ബേക്കൻ. ഓക്കെ, അപ്പോൾ ഇതറിയാലോ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥയേതാ? തലയോട്. പുന്നപ്ര ആ സമരത്തിൽ വന്നവരെല്ലാം തലയോട് പോലീസ് അടിച്ചു പൊട്ടിച്ചു. ആ ഒരു ക്ലൂ. ഓക്കെ. A-B എന്ന കൃതിയുടെ കർത്താവ് വില്ലൻ. ആ വില്ലനെ നമുക്കിങ്ങെടുക്കുക. നമ്മുടെ A-B പറയുന്നത് ആര്? കണക്ക് മാഷ്. നമ്മുടെ PT പീരീഡ് നമ്മുടെ ക്ലാസ്സിൽ കയറി വന്ന നമ്മുടെ PT എല്ലാം കുളവാക്കുന്ന വില്ലനല്ലയോ? അപ്പോൾ A-B പറഞ്ഞ PT പീരീഡിൽ വരുന്ന വില്ലനാരാ? കണക്ക് മാഷ്. കോവില്ലൻ. ഓക്കെ. രാച്ചിയമ്മ എന്ന സുപ്രസിദ്ധമായ കഥ ആരുടെയാണ്? ഉറൂബ്. രാജ്യമ്മ പറയാം, മക്കളെ അവിടെ നിന്ന് മിച്ചർ തിന്നല്ലേടാ ഉറുമ്പ് കയറും. ഓക്കെ. അറിവാണ് ശക്തി എന്ന് പറഞ്ഞ വ്യക്തി ആരാ? ഫ്രാൻസിസ് ബേക്കനാണ് അറിവാണ് ശക്തി എന്ന് പറഞ്ഞത്. അറിവുള്ളവനോട് സംസാരിക്കാൻ നല്ല ചുട്ട മറുപടി യന്ത്രം തന്നെ തരും. ഈ ചുട്ട കുഴിയൊക്കെ ആക്കുന്ന സംഭവമാണ് ഈ ബേക്കൻ എന്ന് പറയുന്നത് കേട്ടോ. ബേക്കൻ ഓവനൊക്കെ അത് നമുക്കറിയാം. അറിവാണ് ശക്തി എന്ന് പറഞ്ഞ വ്യക്തി ആരാ? ഫ്രാൻസിസ് ബേക്കൻ. അമ്പലമണി ആരുടെ രചനയാണ്? സുഗതകുമാരി. അതിൻ്റെ ക്ലൂ നമ്മൾ പറഞ്ഞല്ലോ, അമ്പലത്തിലെ മണി അടിക്കുന്ന ഈ കുമാരിമാർ വന്നൊക്കെയാണെന്ന്. ഓക്കെ, അത് മറക്കരുത്. ഓക്കെ. ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. തമിഴ്നാട്ടിലെ ചോല മണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ച ചിത്രകാരനാരാ? തമിഴ്നാട്ടിലെ ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ച ചിത്രകാരൻ KCS പണിക്കർ. അതിൻ്റെ ക്ലൂ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ചോളത്തിൻ്റെ പണിക്ക് തമിഴ്നാട്ടിലേക്ക് പോയി. ചോളം ക്വസ്റ്റ്യനകത്തുണ്ട്. പണിക്ക് KCS പണിക്കർ. അതാണ് ഉത്തരം. തമിഴ്നാട്ടിലെ ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ച ചിത്രകാരനാര? KCS പണിക്കർ. നമ്മുടെ ശംഖുമുഖത്തുള്ള വലിയ മത്സ്യകന്യകയുടെ ശില്പമൊക്കെ പണിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ്. മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് സൃഷ്ടാവ്? റൂട്ട്വാർഡ് കിപ്ലിംഗ്. എങ്ങനെ മനസ്സിലാക്കാം? മൗഗ്ലി വള്ളിയിലും വേരിലൊക്കെയല്ലേ ഞാൻ വരുന്നത്. വേരിൻ്റെ ഇംഗ്ലീഷ് എന്തുവാ? റൂട്ടല്ലേ. റൂട്ടിൽ ക്ലൈംബ് ചെയ്തല്ലേ വരുന്നത്. റൂട്ട്വാർഡ് കിപ്ലിംഗ്. ഞാൻ ഇത് സ്പീഡിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പ്രീവിയസ് വീഡിയോയ്ക്ക് ഒന്ന് കയറി കാണും. നിങ്ങൾക്ക് ഉറങ്ങുമ്പോൾ കണ്ടാലും മതി, ഹെഡ്സെറ്റ് വെച്ച് കണ്ടാൽ മതി, നിങ്ങൾ മറക്കത്തില്ല. അഥവാ അന്നേരമാണ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ കയറിയാൽ അത് പോകത്തില്ല. നമ്മൾ കുറച്ച് ഡാൻസിൻ്റെ സ്റ്റേറ്റും പറഞ്ഞായിരുന്നു. ഭരതനാട്യം ഏതാ? തമിഴ്നാട്. കഥകേത? ഉത്തർപ്രദേശ്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. ഈ ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അതിന് മണ്ടയ്ക്കുള്ള ഈ കഥകിൻ്റെ കാര്യത്തിലോട്ടോട് നമുക്ക് പോവാം. കഥ കടിച്ചെല്ലാവരും അകത്തോട്ട് കയറിക്കുക. കാര്യം ഇപ്പം പറയാം. ഓക്കെ, കഥകിലോട്ട് നമ്മൾ കയറി. ഏത് സ്റ്റേറ്റിലാണ്? ഇന്നലെ നമ്മൾ ഉത്തരം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതായത് മറക്കാതിരിക്കാൻ ഒരു ക്ലൂ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആ വീഡിയോ കണ്ടൊരു ഉറപ്പായിട്ടും മറക്കത്തില്ല. ക്ലൂ ഇതാണ്. നമ്മുടെ ക്ലാസ്സിലുള്ള പഠിപ്പിയെടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ അവൻ കഥ പോലെ അങ്ങ് ഉത്തരം പറയും. ചോദ്യം ചോദിക്കുമ്പോൾ അവന് ഭയങ്കര കോൺഫിഡൻ്റ് ആയതുകൊണ്ട് എന്ത് ചോദിച്ചാലും കഥ പോലെ അങ്ങ് ഉത്തരം പറയും. കഥക് ഉത്തർപ്രദേശ്. ഹിന്ദു മുസ്ലിം സംസ്കാരത്തിൻ്റെ മിശ്രണമാണ് കഥക്. മിശ്രണമാണ് കഥക്. വേഗം എല്ലാവരും ഒന്ന് വീഡിയോ പൗസ് ചെയ്തിട്ട് ഗൂഗിളിലോട്ട് പോയോ? ഗൂഗിളിൽ പോയിട്ട് ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നുള്ളൂ. അതായത് ഗൂഗിളിൽ പോയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണം കഥക് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പകുതി മേളിൽ നിന്ന് താഴെ വരെയുള്ള ഡ്രസ്സിങ്ങും അരയുടെ താഴോട്ടുള്ള ഡ്രസ്സിങ്ങും കണ്ടാൽ മനസ്സിലാവും. ഹിന്ദു മുസ്ലിം മിശ്രണത്തിൻ്റെ ഒരു കലാരൂപമാണ് നമ്മുടെ കഥക്. കഥക് ഏത് ഭാഷയിൽ നിന്നാണ് ഉദ്ഭവിച്ചത്? സംസ്കൃതം. കഥക് ഏത് ഭാഷയിൽ നിന്നാണ് ഉദ്ഭവിച്ചത്? സംസ്കൃതം. നമ്മുടെ ലാലേട്ടൻ കമലദളം സിനിമയ്ക്കകത്ത് കഥക് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടില്ല? നല്ല കിണ്ണം കാഴ്ചയായിട്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കാണുക കേട്ടോ. കഥകേതാ? കഥ പോലെ കൂട്ടുകാരൻ ഉത്തരം പറയുന്നത് കഥകളി.
ഹിന്ദു മുസ്ലിം സംസ്കാരത്തിൻ്റെ മിശ്രണമാണ്. ആ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കണ്ടാൽ ഉറപ്പായിട്ടും മനസ്സിലാവും, ഇത് കണക്റ്റ് ആവും. കഥക് ഏത് ഭാഷയിൽ നിന്നാണ് ഉദ്ഭവിച്ചത്? സംസ്കൃതം. ഇത് PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ബിർജു മഹാരാജ് കഥകിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു കലാകാരനാണ്, ഫേമസ് ആർട്ടിസ്റ്റാണ് ബിർജു മഹാരാജ്. PSC ചോദിച്ച ഒരു ചോദ്യം. ഹിന്ദു മുസ്ലിം സംസ്കാരത്തിൻ്റെ മിശ്രണം എന്നറിയപ്പെടുന്ന കലാരൂപം കഥക്. മനസ്സിലായല്ലോ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഹിന്ദു മുസ്ലിം സംസ്കാരത്തിൻ്റെ മിശ്രണം എന്നറിയപ്പെടുന്ന കലാരൂപമേത കഥകാണ്. സാത്രിയ ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെയാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞേ. ബിഹു കാണുമ്പോഴേ ബീഹാർ അടിച്ചു വെക്കരുത്, ആസാമാണ്. അതായത് ബിഹുവിൻ്റെ ബി എടുത്താൽ മതി, ബിയുടെ ആദ്യത്തെ ലെറ്റർ A, ആസാം. അവിടെ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ്, മറ്റൊരു കലാരൂപമാണ് സാത്രിയ. ബിഹുവും സാത്രിയയും ആസാമിലെയാണ്. ബിഹുവും സാത്രിയയും ഏത് സ്റ്റേറ്റിലെയാണ്? ആസാമിലെയാണ്. ഇനി നമുക്ക് സാത്രിയയിലോട്ടൊന്ന് കയറിപ്പോൾ മറക്കത്തില്ല, ആ രീതി പറഞ്ഞുതരാം. നമ്മുടെ സാത്രിയ എവിടുത്തെയാണ്? ആസാമിലെയാണ്. സാത്രിയ എവിടുത്തെയാണ്? ആസാമിലെയാണ്. സാത്രിയ ആസാമിലെ ഒരു ദ്വീപിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സാത്രിയ നമ്മുടെ ആസാമിലെ ഒരു ദ്വീപിൽ നിന്നാണ് സാത്രിയ ഉത്ഭവിക്കുന്നത്. ആ ദ്വീപിൻ്റെ പേരെന്തുവാ? മാജുലി ദ്വീപ്. ആ ദ്വീപിൻ്റെ പേരെന്താണ്? മാജുലി ദ്വീപ്. ആസാമിലെ മാജുലി ദ്വീപിൽ നിന്നാണ് സാത്രിയയുടെ ഉത്ഭവം. ഓക്കെ, അടുത്ത സാത്രിയയുടെ സംഗീതം ഏതാ? സാധാരണ ശാസ്ത്രീയ സംഗീതം എന്തോ എന്നൊക്കെ പറഞ്ഞ് ഈ സ്റ്റേജിൽ ആളുകൾ കയറുമ്പോൾ നമുക്കങ്ങ് ബോറടിയല്ലേ. അറിയാവുന്നവർക്ക് അടിപൊളിയായിരിക്കും, അറിയാത്ത നമുക്കൊക്കെ ഇത് കേട്ട് കഴിയുമ്പോഴേ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോഴൊരു ബോറാന്നല്ലോ. അപ്പോൾ സാത്രിയയുടെ സംഗീതം ഏതാ? ബോർഗീത്. സാത്രിയയുടെ സംഗീതം ബോർഗീത്. സാത്രിയയുടെ സ്റ്റേറ്റ് ആസാമാണെങ്കിൽ സാത്രിയയുടെ സംഗീതം ഏതാ? ബോർഗീതാണ്. ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഏതാ? ശങ്കർ ദേവ്. ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ശങ്കർ ദേവാണ്. അപ്പോൾ സാത്രിയയും ബിഹു ഏത് സ്റ്റേറ്റാണ്? ആസാം. സാത്രിയ ഒരു ദ്വീപിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഏത് ദ്വീപാണ്? മാജുലി ദ്വീപ്. സാത്രിയയുടെ സംഗീതം ബോർഗീതാണ്. നമുക്ക് ശാസ്ത്രീയ സംഗീതം കേട്ടോണ്ടിരിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അത് ബോറാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും അത് ബോറല്ല കേട്ടോ, നമ്മളൊരു ക്ലൂ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ബോർഗീത്. ഓക്കെ.